ഹായ് ഹലോ കഥൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. പ്രഭാസ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രഭാസിന്റെ പുതിയ സിനിമയായിട്ടുള്ള ദ സ്പിരിറ്റ് ഒന്നുമില്ല, സ്പിരിറ്റ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായി സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് വന്നിട്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ആൾക്കാർ. കാരണം ഒരുപാട് പേർക്ക് ആനിമൽ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് എനിക്കും പേഴ്സണലി ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിന്റെ ഒരു ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ആലോചിച്ചായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ. പക്ഷെ ആ സിനിമ ടെക്നിക്കലി കിടിലായിരുന്നു. ആ പടം അതിന്റെ ബാക്കിയുള്ള പൊളിറ്റിക്സ് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. വാട്ട് എവർ. അപ്പോൾ എനിക്ക് ആ സിനിമ ഒരു എ റേറ്റഡ് സിനിമ ആ ഒരു രീതിയിൽ കാണുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ലാസ്റ്റിൽ ആ ക്ലൈമാക്സിൽ വരുന്ന ഒരുപാട് മറ്റേ ഒരു എന്താ പറയുക, റൺവേയിലേക്ക് കാറില്ല മറ്റേ അതിൽ വരുന്ന ജി വാഗണിൽ വരുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കണ്ട സമയത്ത് കേട്ടോ. അപ്പോ അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം ആനിമൽ പീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നുള്ള. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹിന്ദിയിൽ ബോളിവുഡിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ദുരന്തറിലാണ്. ആ ദുരന്തറിൽ അനിമലിന്റെ അത്ര ഭയങ്കര സിനിമാറ്റിക് ആയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ മീൻ സിനിമാറ്റിക് ഇൻ ദ സെൻസ് ദുരന്തർ കുറച്ചും കൂടെ ഈ ഫൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് അതൊരു റോ ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനിമലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു എ റേറ്റഡ് എന്ന മൂവി സെഗ്മെന്റിൽ വരുന്ന സമയത്ത് ബോളിവുഡിൽ നിന്ന് വന്ന ബെസ്റ്റ് ഒരു 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 ഏഹ് ഒരു ഒരു പടയായിരുന്നു ദുരന്തർ എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അതിലും ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്സ് കാര്യങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ, വോട്ട് എവർ. അതൊന്നും നമ്മളിവിടെ ടോക്കിംഗ് പോയിന്റ് അല്ല. കമ്മിങ് ബാക്ക് ടു സ്പിരിറ്റ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കാര്യം എന്താ പറയാ, ഭയങ്കരമായിട്ട് എവിഡന്റ് ആണ്. ഇതൊരു സന്ദീപ് റെഡ്ഡി വാങ്ക ഫിലിം തന്നെയാണെന്നുള്ളത്. കാരണം ആളുടെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആളുടെ ഹീറോ അല്ലെങ്കിൽ മെയിൻ ലീഡിനെ പോർട്രേ ചെയ്യുന്ന ഒരു രീതി അത് ഈ പോസ്റ്റർ തന്നെ. ആക്ച്വലി എനിക്ക് അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി ആളാണ് ഡയറക്ട് ചെയ്യണമെന്നുള്ള മനസ്സിലുള്ളതുകൊണ്ടും ആ ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണോണ്ടും നമുക്ക് മനസ്സിലാവേണ്ട ഈ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ആളുടെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അറിയാം, മെയിൻ ലീഡ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ആൽഫ സെറ്റപ്പിലായിരിക്കും മെയിൽ ലീഡ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്തും ഏകദേശം അതൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യണേ. എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ബാക്കിൽ മൊത്തം മുറികളും പ്ലാസ്റ്റേഴ്സ് ഒക്കെയാണ്. ആൻഡ് കയ്യിൽ ഒരു 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 ലിക്കർ ബോട്ടിലുണ്ട്. സോ ഇറ്റ്സ് എന്താ പറയാ, 100% ഒരു സന്ദീപ് റെഡ്ഡി വാങ്ക മെയിൽ ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴുള്ളത്. എന്തായാലും എനിക്ക് ഞാൻ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രഭാസിന്റെ ലാസ്റ്റ് വന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ആയാലും സന്ദീപ് റെഡ്ഡി വാങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മെയിൽ ക്യാരക്ടേഴ്സിന് വേറെ വേറെ ലെവൽ. മെയിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, ആളുടെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും ആള് വേറെ ലെവലിലായിരിക്കും പോർട്രേ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രഭാസിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിരിക്കും ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടത്. ഈവൻ കൽക്കിയിലൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കൽക്കിയാണ് ഒരു അടിപൊളി ഹിറ്റ് എന്ന് പറയാനുള്ളത്. ആ സിനിമയിൽ പോലും എനിക്ക് പ്രഭാസ് ഉള്ളതുകൊണ്ട് എന്നുള്ളൊരു ഫീൽ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ആ പ്രഭാസ് എന്താ ഇല്ലാത്ത സമയങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫാൻസിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും, ഐ എം റിയലി സോറി. ബട്ട് പ്രഭാസ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ലോ ആയിട്ട് ആ ഫിലിം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവരുത് ഈ സിനിമയ്ക്ക്. എന്തായാലും ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ മച്ച് അവൈറ്റഡ് മൂവിയാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ടാവും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അനിമൽ സിനിമയുടെ ഒരു ടെക്നിക്കൽ പരിപാടി ഉണ്ട്. ആ ഒരു പരിപാടി ഈ സിനിമയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കോണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കത്തും. പിന്നെ പ്രഭാസിന്റെ ഫാൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പ്രഭാസിന്റെ സലാറൊക്കെ ഫസ്റ്റ് ഡേ പ്രീമിയർ ഷോ കണ്ടപ്പോൾ തന്നെ എന്താണ് ആ ഫാൻസിന്റെ പവർ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവൻ സലാറിൽ പോലും ഒരു ഡയലോഗ് പോലും പ്രോപ്പർ ആയിട്ടില്ല. ആകെ 4-5 മിനിറ്റ് ആള് സംസാരിക്കണുള്ളൂ അതില്. അപ്പൊ എനിക്കതൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. മേ ബി ഇത് ഇറങ്ങുന്ന സമയത്ത് ഇഷ്ടപ്പെടാം. നമുക്കൊരു സിനിമ ഇറങ്ങി നമ്മളത് കാണും, കണ്ടിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കും, അല്ലാന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ട് ഇരിക്കുക ഇൻ ദ സെൻസ് ആ തിയേറ്ററിൽ അത്ര നേരം കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ പോസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8 ലാംഗ്വേജസിലാണ് സിനിമ ഇറങ്ങണത്. അമ്പോ, പാൻ ഇന്ത്യ അല്ല, പാൻ എന്താ പറയാ വേൾഡ് വൈഡ് വേൾഡ് വൈഡ് റിലീസാണ്. അപ്പൊ എന്താ പറയാ, ഒക്കെ പാനിൽ ഞാനങ്ങ് സ്റ്റെക്കായി പോയി. ആ വേർഡ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ചൈനീസ്, കൊറിയൻ ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ കന്നഡ, തെലുഗു, മലയാളം, ഹിന്ദി, പിന്നെ നല്ല തമിഴ്, പിന്നെ ഈ പറഞ്ഞ ചൈനീസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കൊറിയൻ ആണ് വിശ്വസിക്കുന്നു, ജാപ്പനീസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.